ഇസ്ലാമിൻ തേജസാണവർ. ഭരണം ഏറ്റെടുത്ത ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആളുകളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് ശ്രദ്ധേയമായ ഒരു നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൻ്റെ ഒരു സംഗ്രഹം ഇങ്ങനെയാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ജനങ്ങളോട് പറയാൻ, ഫഇന്നി ഖദ് വുല്ലീതു അലൈക്കും, ഞാൻ ഇത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, വലസ്തു ബിഖൈരിക്കും, ഞാൻ നിങ്ങളിലെ ഏറ്റവും നല്ലവനൊന്നുമല്ല, ഞാൻ ഒരു ഗുഹയിൽ പ്രവാചകനെ സഹവസിച്ച ആളാണ്, പ്രവാചകന്റെ നിഴലാണ് എന്നൊന്നുമല്ല പറയണത്, ഞാൻ നിങ്ങളിൽ നല്ല ആളൊന്നുമല്ല, പക്ഷെ ഇത് ഏറ്റെടുക്കാൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ്. വലസ്തു ബിഖൈരിക്കും ഫഇൻ അഹ്സൻതു ഫഅയ്നുനി, ഞാൻ നല്ലത് ചെയ്താൽ നിങ്ങൾ എന്നെ സഹായിക്കണം, അത് നിങ്ങളുടെ ബാധ്യതയാണ്. കാരണം നല്ലത് ചെയ്താൽ നല്ലത് നിലനിൽക്കേണ്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. വഇൻ അസഅതു, എനിക്ക് തെറ്റു പറ്റൂല എന്നൊന്നുമല്ല, എന്നെ നിയന്ത്രിക്കാൻ വേറെ ആളുണ്ട്, അതുകൊണ്ട് എനിക്ക് തെറ്റു പറ്റൂല എന്നുള്ള വാദമൊന്നുമില്ല. ഇനി അസ്സിദ്ഖു അമാന, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സത്യസന്ധത നമ്മുടെ ഉത്തരവാദിത്തമാണ്. സത്യം ഉള്ളവരാ, സത്യസന്ധത തന്നെ വാക്കിലെ സത്യം മാത്രമല്ല, നമുക്ക് സത്യമേ ഉള്ളൂ, എന്തിലും സത്യമേ ഉള്ളൂ, വാക്കിലായാലും പ്രവൃത്തിയിലായാലും എല്ലാത്തിനേക്കാളും മുന്നിൽ നിലപാടുകളിൽ സത്യം മികച്ചു നിൽക്കണം. വൽകദ്ബു ഖിയാന, കളവ് എന്ന് പറയുന്നത് ഏത് വിഷയത്തിലായിരുന്നാലും അത് വഞ്ചനയാണ്. സ്വന്തത്തോട് ചെയ്യുന്ന കളവ് ആത്മവഞ്ചനയാണ്, മറ്റുള്ളത് സമൂഹത്തോട് ചെയ്യുന്ന വഞ്ചനയാണ്. വൽകദ്ബു ഖിയാന വല്ലഈനിയാണ് ഒരു ഭരണാധികാരി എന്ന അർത്ഥത്തിലുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആർജവം നമ്മൾ കാണുന്നത്. ആദ്യ പ്രസംഗത്തിൽ തന്നെ പറയാണ്, വല്ലഈഫു ഫീക്കും ഖവിയ്യുൻ ഇൻദി ഹത്താ അറുദ്ദ ഹഖ്ഖഹു ഇൻഷാ അല്ലാഹ്, നിങ്ങളിലെ ദുർബലനാണ് എൻ്റെ മുന്നിൽ ഏറ്റവും ശക്തൻ, കാരണം അവനാണ് ഞാൻ അവകാശം നേടിക്കൊടുക്കേണ്ടത്, അതുകൊണ്ട് അവൻ ശക്തനാണ്. ഇനി വൽ ഖവിയ്യു ഫീക്കും, നിങ്ങളിലെ ശക്തൻ, അവനെ ഞാൻ വില വെക്കുന്നേ ഇല്ല, അവൻ ദുർബലനാണ്. ഏതുവരെ? കാരണം ഹത്ത ആ ഖുദൽ ഹഖ്ഖ മിൻഹു, അവനിൽ നിന്ന് കിട്ടേണ്ടതും വാങ്ങേണ്ടതുമായ അവകാശങ്ങൾ, വിൽ പവറാണ്. ആ വിൽ പവറാണ് പറയണത്, ആ ഇച്ഛാശക്തി, അത് വാങ്ങിയെടുക്കോളം അവൻ നിങ്ങളിൽ ഏറ്റവും ദുർബലനായിട്ട് എന്ന് അദ്ദേഹം യാതൊരു അർത്ഥശങ്കക്കും ഇട കൊടുക്കാതെ ആദ്യ പ്രസംഗത്തിൽ തന്നെ